ജീവിതത്തിൽ എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇനിയൊരു തീരുമാനം എടുക്കാൻ പറ്റുകയില്ല. ഇത് അവസാനമാണ്, എനിക്കിനി വഴിയില്ല, ഇനിയൊരു ജീവിതം മുന്നോട്ടില്ല എന്ന് തീരുമാനിക്കുന്ന, ആകുലപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട്. ഒരുപാട് പേര് പെട്ടെന്ന് ചിലരങ്ങ് സഹായിക്കാമെന്ന് ചിന്തിക്കുന്നവരൊക്കെ മാറിപ്പോവുകയോ ജോലി ലഭിക്കാതെ വരികയോ വഴികൾ അടഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില രോഗങ്ങൾ പിടികൂടി ഭവനത്തിലുള്ളവരെ പിടികൂടിയൊക്കെ ഇരിക്കുമ്പോൾ എന്തു ചെയ്യും? തലമുറയുടെ വിഷയത്തിലാണെങ്കിലും പെട്ടെന്ന് ചില പ്രതിസന്ധിയിലൂടെ കടന്നുപോയി എന്ത് ചെയ്യും ഞാൻ എന്നറിയാതെ തകർന്നിരിക്കുന്ന ഹൃദയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് ഈ ഒരു ദൂത് പറയാനായിട്ട് പറഞ്ഞത്, ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ വളരെയധികം ആകുലങ്ങളിലൂടെ കടന്നു പോവുകയാണ്, പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പല കാര്യങ്ങളും അനുകൂലമായിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാൻ പറ്റാതെ വലിയ പ്രതികൂലങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യും എന്നറിയാതെ ഭാരപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിച്ചു. കർത്താവ് അങ്ങോട്ട് ചോദിക്കുന്നൊരു മറുപടി ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഈ ശബ്ദം നാം കർത്താവിൽ നിന്ന് കേട്ടേ പറ്റത്തുള്ളൂ. മനുഷ്യരാരും നമ്മളോട് അങ്ങോട്ട് ചോദിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം, മേ ഐ ഹെൽപ്പ് യു എന്ന് നമ്മളോട് ചോദിക്കുന്നില്ല. നമ്മളെ സഹായിക്കേണ്ട കാര്യത്തിൽ അവർക്ക് സഹായിക്കാൻ പറ്റുകയില്ല. മറ്റു അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് ചെയ്തു തരാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. ഹാഗാർ ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു വലയുകയാണ്. അബ്രഹാമിൻ്റെ ഭാര്യയായോ അല്ലെങ്കിൽ ദാസിയായിട്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന സ്ത്രീ, നാളുകളായി വീട്ടിൽ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ അല്പം അപ്പവും വെള്ളവും കൊടുത്ത് ആ കുഞ്ഞിനെയും കൂട്ടി മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അവൾ ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു വലഞ്ഞ് നടന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആഹാരം തീർന്നു, വെള്ളവും തീർന്നു. കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിലേക്ക് കൊണ്ടിട്ടിട്ട് ആ കുഞ്ഞ് മരിക്കാൻ പോകുകയാണല്ലോ എന്ന് വിചാരിച്ച് ഇനി ഞാൻ എന്തു ചെയ്യും, എങ്ങോട്ട് പോകും എന്നറിയാതെ ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് വഴിയിൽ കിടക്കുക, അല്ലെങ്കിൽ വെയിലിൽ കിടക്കുക, വെള്ളമില്ലാതെ കിടക്കുക, ആഹാരമില്ലാതെ കിടക്കുക. എന്ത് ചെയ്യും? ആര് സഹായിക്കും? അങ്ങനത്തെ ഒരു പ്രത്യേക കണ്ടീഷനിൽ നിലവിളിക്കുകയാണ്. ആ കുഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, ആ സ്ത്രീ വിരുന്ന് നിലവിളിക്കുന്നു. ആരാ സഹായിക്കാനുള്ളത്? സഹായിക്കാനുള്ളവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുവാൻ മറക്കാതെ അത് സമയത്ത് ചെയ്യുന്ന ദൈവം. ആമേൻ. ഹാഗാറിൻ്റെ നിലവിളി കേട്ടു, ബാലൻ്റെ നിലവിളി കേട്ടു. ഹാഗാറിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത്? ഇവൻ വലിയൊരു ജാതിയാകുമെന്ന് പ്രോമിസില്ലേ? അവളോട് കർത്താവ് പറയുമ്പോൾ അവളെ ഒന്ന് ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്കെന്ത്? നീ ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു, അവൻ വലിയൊരു ജാതിയാകും. അവളുടെ കണ്ണു തുറന്നു. ദൈവം ഒരുക്കിയ ഒരു നീരുറവ് അവളുടെ മുമ്പിൽ പെട്ടു. അത് കാണാൻ കണ്ണു തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. അവൻ വലിയൊരു ജാതിയായി മാറി. പ്രിയമുള്ളവർ, നമുക്കും അറിയത്തില്ല എന്താ ചെയ്യണത്. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കർത്താവിലേക്ക് നോക്കിയൊന്ന് കരഞ്ഞാൽ എന്ത് ചെയ്യേണ്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഹല്ലേലൂയ. ഈ വലിയ സമൂഹം നിമിത്തം ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾ അറിയുന്നതുമില്ല. ഹല്ലേലൂയ. ഹിസ്കിയ രാജാവും ആസായും ഒക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. യഹോശാഫാത്തും പ്രാർത്ഥിക്കുക, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. ദൈവസന്നിധി വന്നിട്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടാണ് മനുഷ്യരോട് ചോദിക്കുന്നത്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ എന്താകും? നമ്മൾ കുറച്ച് നേതാക്കന്മാരെയോ അധികാരികളെയോ നമ്മളെ സഹായിക്കാത്തവരൊക്കെ കുറ്റം പറയും. പക്ഷെ ദൈവസന്നിധിയിൽ വന്നിട്ട് ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് എനിക്ക് അറിയില്ല എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം മറുപടി തരും. ഉറപ്പാണ്. മറുപടി പറയുന്നത് മാത്രമല്ല, മറുപടി ചെയ്തു തരും. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് വലിയ കഷ്ടത്തിലായൊരു സംഭവം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ദാവീദ് വലിയ കഷ്ടത്തിലായി. കൂടെ യുദ്ധം ജയിപ്പിച്ചിട്ട് വന്നെങ്കിലും കൂടെയുള്ളവരുടെയും തൻ്റെയും കുടുംബാംഗങ്ങളെ, ഭാര്യമാരെയും മക്കളെയൊക്കെ ശത്രു പിടിച്ചുകൊണ്ടുപോയി. അമാലേക്കരൊക്കെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരുടെ ദാവീദിനെ കല്ലെറിയാൻ തുടങ്ങി. അതുവരെ കൂടെ നിന്ന് ആഹാരം കഴിച്ചവരും യുദ്ധം ചെയ്തവരൊക്കെയാണ് അവർ കല്ലെറിയാൻ തുടങ്ങി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുന്നതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. 30-ാം അധ്യായം 6-ാം വാക്യം. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു.
എന്തു ചെയ്യും എന്നറിയാതെ തൻ്റെ ജീവിതത്തിന് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്, മറ്റുള്ളവർക്ക് മാത്രമല്ല. അപ്പം ഇവൻ നിമിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ കല്ലെറിയാൻ തുടങ്ങുക. എന്ത് ചെയ്യുമെന്നറിയുന്നില്ല. പക്ഷേ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. യഹോവയിൽ ഞാൻ ധൈര്യപ്പെട്ടു. യഹോവയിൽ പ്രത്യാശ വെക്കുന്ന ഏവരുമേ ധൈര്യപ്പെടുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ ധൈര്യപ്പെടാൻ കഴിയും. ദൈവത്തിൽ ഉറച്ചിരിക്കാൻ കഴിയും. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വിധവയായ സ്ത്രീ, ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയാണ് അവൾ. ഒരു പ്രവാചകൻ്റെ ശിഷ്യനാണ്, ഭർത്താവായിരുന്നു. ആ ഭർത്താവിൻ്റെ അവളുടെ ഭാര്യയാണ്. മക്കളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അവളുടെ ആകെ ജീവിതം എന്ന് പറഞ്ഞാൽ കടക്കണിയിൽ മുങ്ങിക്കിടക്കുക. പിള്ളേരും കൂടെ കടക്കാർ പിടിച്ചുകൊണ്ട് പോവുക. ഇനി വേറെ ഒന്നുമില്ല. എലീശയുടെ അടുക്കൽ ഒന്ന് കാര്യം ബോധിക്കുമ്പോൾ എലീശയുടെ മറുപടി, എലീശ അവളോട്, ഞാൻ നിനക്കോട് എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ലെന്ന് അവൾ പറഞ്ഞു. പറക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണം? ഇന്നത്തെ ദൂത് അതാണ്. കർത്താവ് അങ്ങോട്ട് നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്തു തരണം? ആമേൻ. നിങ്ങൾക്ക് വേണ്ടി സകലതും നിർവഹിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മറുപടിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് നീ ഇച്ഛിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഒരു അത്ഭുതം നടന്നു കേട്ടോ. കർത്താവ് പറയുന്ന അനുസരിക്കാൻ തയ്യാറായപ്പോൾ അത്ഭുതം നടന്നു. അവളുടെ കടക്കണി മാറി. അവളുടെ ഉപജീവനത്തിൻ്റെ വഴി വേറെ ദൈവം തുറന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യത്തിൽ ബർത്തിമായിയെക്കുറിച്ച് കാണുന്ന ഭാഗത്ത്, ബർത്തിമായി മനുഷ്യർക്ക് ആർക്കും പരിഹരിക്കാൻ കഴിയില്ല. ഇനി അവൻ്റെ കാഴ്ചയുടെ വിഷയത്തിൽ അവനെ വേണമെങ്കിൽ സാമ്പത്തികമായി ചെറിയ സഹായങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ ഒരു ഭിക്ഷക്കാരനായിട്ട് മാത്രം ജീവിക്കേണ്ടവൻ ഒടുവിൽ അവൻ്റെ കണ്ണ് തുറന്നു കൊടുക്കാനായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയാണ്, യേശു അവനോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? പ്രഭുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് അവനോട് പറഞ്ഞു. ഭർത്തിമായി പറയാണ്, എനിക്ക് കാഴ്ച വേണം. കർത്താവ് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്നാണ് നീ ഇച്ഛിക്കുന്നത്? ഹല്ലേലൂയ. അതിന് മാത്രം അവൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടാതിരിക്കാൻ പലരും ശാസിച്ചിട്ടും ഉറക്കെ നിലവിളിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒത്തിരി നിലവിളിക്കുന്നവർ, ഒരുപാട് കരയുന്നവർ, ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് ഈ സന്ദേശം കേൾക്കുന്നത്. എനിക്കറിയാം നിങ്ങളുടെ നിലവിളി ദൈവത്തിനടുക്കൽ എത്തുന്നുണ്ട്. എന്ത് ചെയ്തു തരണം അത് പറഞ്ഞു കർത്താവ് ചെയ്തു തരാൻ ശക്തനാണ്. ഇതൂത് അതാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു തരണം? നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന, ഇന്ന് വിഷമിക്കുന്ന, ഇന്ന് ആകുലപ്പെടുന്ന, ഇന്ന് കടന്നു പോകുന്ന ആ വലിയ പ്രതിസന്ധി പർവ്വതം പോലെ നിൽക്കുന്നതിനെ കർത്താവ് ഞാൻ എന്ത് ചെയ്തു തരണം? കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്റെ സാന്നിധ്യം അനുഭവിക്കണം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങൾക്കൂടി ഒരു പുതിയ വാതിൽ തുറക്കട്ടെ. കർത്താവ് നിങ്ങൾക്കൂടി ഒരു അത്ഭുതം ചെയ്യട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന വലിയ പ്രതിസന്ധി, ആർക്കും ഇടപെടാനോ പരിഹരിക്കാനോ കഴിയാത്ത പ്രയാസങ്ങൾ, കർത്താവേ അവിടത്തേക്ക് കഴിയും സകലതും. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? കർത്താവേ, അവിടുന്ന് എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് എന്ത് ചെയ്തു കൊടുക്കണമെന്ന് അറിയുന്നതിനായി നന്ദി. അത്ഭുതം ചെയ്യും കർത്താവേ, ഒരു വഴി തുറക്കും. ആമിനെ തലമുറയെക്കുറിച്ച് വിഷമിക്കുന്ന മാതാവിൻ്റെ പേര് കർത്താവേ, അവളുടെ ജോലിയെക്കുറിച്ച്, അവളുടെ വിവാഹത്തെക്കുറിച്ച്, കർത്താവയുടെ നന്മകളെക്കുറിച്ച്, ഭരണത്തെക്കുറിച്ചൊക്കെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം കർത്താവെ ഒരു വഴി തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗിയായി കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇനി എന്തു ചെയ്യും? ഇനി എങ്ങോട്ട് പോകും? ആകുലപ്പെട്ടിരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നിന്റെ മക്കളെ വിടുവിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടഭാരത്തിൻ്റെ കെണിയിലായി ഇനി ഞാൻ എങ്ങോട്ട് പോയി ചോദിക്കും? ആരോട് പറയും എന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തു കൊടുക്കാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. എല്ലാ ഭാരങ്ങളും ഞെരുക്കങ്ങളും നിരാശകളും മാറിപ്പോകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എന്ത് ചെയ്യും എന്നറിയാതെ ഭാരപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടുകൊള്ളുക. കർത്താവ് നിങ്ങൾ കൂടി ഒരു അത്ഭുതം ചെയ്യും. ഈ സന്ദേശം പതിവ് പോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.